PSC വിന്നേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 154/24 40 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1. തിരുവിതാംകൂറിലെ ദളവ. 2. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി. 3. കുണ്ടറ വിളംബരം. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 1, 3. 2. 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. 2. 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. 3. 1857 കലാപത്തിൽ ശിപായിമാർ പങ്കെടുത്തിരുന്നില്ല. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 1ഉം 2ഉം. 3. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. 1. ജനറൽ അസംബ്ലി. 2. INA. 3. സെക്യൂരിറ്റി കൗൺസിൽ. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. 2. INA ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നില്ല. 4. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. സൺയാട്സൺ കുമിങ്താങ്. 2. മാവോസെത്തുങ് ലോങ് മാർച്ച്. 3. മുസോളിനി റെഡ് ഷർട്ട്. 4ൻ്റെ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 1ഉം 2ഉം. 5. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുക്കുക. 1. ത്രിരത്നങ്ങൾ. 2. അഷ്ടാംഗമാർഗം. 3. 4 മഹത് സത്യം. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 2ഉം 3ഉമാണ്. 6. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന റെക്കോർഡ് പിണറായി വിജയൻ്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത്? ഓപ്ഷൻ സി ആണ്. സി അച്യുതമേനോൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ, വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യന്യൂനമർദ്ദ മേഖല. ബി. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം. എൻ്റെ ശരിയുത്തരം വരുന്നത് ഡി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. 8. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. വാഴക്കുള. 9. കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, പൊട്ടാസ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കുറവുമാണ്. വേനൽക്കാലത്ത് വിണ്ടുകീറി വിള്ളലുണ്ടാകുന്നു. പ്രസ്താവനയ്ക്ക് യോജിച്ച മണ്ണിനം. 9ൻ്റെ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. കറുത്ത മണ്ണ്. 10. കേംബുൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. 10B ആണ് മണിപ്പൂർ. 11. ഉത്തര മഹാസമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ഓപ്ഷൻ എ ആണ്. പശ്ചിമ അസ്വസ്ഥത. 12. ഉപഗ്രഹ വിദൂര സംവേദത്തിന് വസ്തു പ്രതിഫലിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 12 ഓപ്ഷൻ സി ആണ്. സ്പെക്ട്രൽ സിഗ്നേച്ചറാണ്. 13. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനവുമായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത്? 13 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. എല്ലാം അനുയോജ്യമാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവവിഭവം. മാനവവിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. 14 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്. എല്ലാം ശരിയാണ്. അപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവരലഭ്യത. അപ്പോൾ എല്ലാം ശരിയാണ്. 15 ചേരുംപടി ചേർക്കുക. സാമ്പത്തിക നയം വിവരണം. 2 പട്ടികകളായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്നാമത്തതിൽ ഉദാരവൽക്കരണം, വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുകയാണ് അതിന് നേരെയുള്ളത്. സ്വകാര്യവൽക്കരണം, ബിസിനസ് രംഗത്ത് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക. ആഗോളവൽക്കരണം, ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയിലേക്ക് വിറ്റഴിക്കുക. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. എ 2, ബി 3, സി 1. എ ഉദാരവൽക്കരണത്തിന് നേരെ വരുന്നത് ബിസിനസ് രംഗത്ത് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുകയാണ്. അപ്പോൾ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുകയാണ്. ഇനി സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്? ബി വരുന്നത് 3 ആണ്. ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. ആഗോളവൽക്കരണം എന്ന് പറയുന്നത് വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക. ഇനി 16ാമത്തത് ചേരുംപടി ചേർക്കുക. വിവിധ തരം തൊഴിലില്ലായ്മ വിവരണം. പ്രകടമായ തൊഴിലില്ലായ്മ, ഘടനാപരമായ തൊഴിലില്ലായ്മ, കാലികമായ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. 16ൻ്റെത് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. എ 3, ബി 4, സി 1, ഡി 2. എ പ്രകടമായ തൊഴിലില്ലായ്മ വരുന്നത് 3 ആണ്. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭ്യമാകാത്ത അവസ്ഥ. ബി 4
ബി ഘടനാപരമായ തൊഴിലില്ലായ്മ വരുന്നത് സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. സി കാലികമായ തൊഴിലില്ലായ്മ. സി 1 പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റ് സമയം തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുക. ഡി പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു. 17 ചേരുംപടി ചേർക്കുക. പദ്ധതികൾ പ്രത്യേകതകളാണ് കൊടുത്തിരിക്കുന്നത്. 17ൻ്റേത് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. എ 2, ബി 3, സി 1, ഡി 4, ഇ 5. എ എന്ന് പറയുന്നത് 1ാം പഞ്ചവത്സര പദ്ധതി, കൃഷിക്ക് പ്രാധാന്യമാണ് വരുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി PC മഹൽ നോബിസ്. 3ാം പഞ്ചവത്സര പദ്ധതി 3 സി 1 ഗാഡ്ഗിൽ യോജന. 4 9ാം പദ്ധതി. 9ാം പദ്ധതി എന്ന് പറയുന്നത് ഡി 4 വരുന്നത്, സാമൂഹ്യ നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച. 11ാം പദ്ധതി എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത്. 18 ഒരു ബജറ്റിൽ മൊത്തം ചിലവിൽ നിന്നും മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്നും കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി. ഇന്ത്യയുടെ 2024-25 യൂണിയൻ ബജറ്റ് പ്രകാരം GDPയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? 18 ബി ആണ് ശരിയുത്തരം. 5.1% ആണ്, 5.1%. 19 യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏത്? 19 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ കോറിഡോർ. 20 പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? 20 ബി ആണ്, അശോക് മേത്ത കമ്മിറ്റിയാണ്. 21 ആമുഖം ഭരണഘടനയുടെ താക്കോലാണെന്ന് പറഞ്ഞതാരാണ്? 21 ഡി ആണ് ശരിയുത്തരം, അംബേദ്കർ ആണ്. 22 അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. 22ൻ്റേത് ഓപ്ഷൻ ഡി ആണ്, 52ാം ഭേദഗതി. 23 കൺകറൻറ്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? 23 ഓപ്ഷൻ ബി ആണ്, വിദ്യാഭ്യാസം. 24 നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ആണ്, അയിത്ത നിർമ്മാർജ്ജനം. 25 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെൻറ്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബിൽ ആയിരുന്നു? 25 സി ആണ്, ബിൽ നമ്പർ 173/2023. 26 ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രൊജക്റ്റായ പാരിയുടെ പൂർണ്ണ രൂപം. 26 ഓപ്ഷൻ ബി ആണ്, പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. 27 സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. 2 അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. 3 മധ്യപ്രദേശ്, തമിഴ്നാട് എന്നിവയ്ക്ക് 2 സഭകളുണ്ട്. 27 ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ഓൺലി 1 and 2 ആണ്. 28 ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 ലോക് അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ്. 2 ജനങ്ങളുടെ കോടതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. 3 താമസം കൂടാതെ കേസുകൾ തീർപ്പാക്കുക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യമാണ്. ഓപ്ഷൻ സി ആണ്, ഓൾ ഓഫ് ദ എബോ. 29 കല്ലയിൽ പോക്കുടനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 പ്രസിദ്ധനായ സാമൂഹിക പരിഷ്കർത്താവാണ്. 2 പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ്. 3 ആന്ധ്രാപ്രദേശാണ് സ്വദേശം. 29 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, 1ഉം 2ഉം മാത്രം. 30 തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2 തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. 3 ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്, ഓൺലി 1 and 3. 31 വിവിധ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ്. 2 കേരള മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ശ്രീ KG പ്രേംജിത്താണ്. 3 കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയാണ്. 31 ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോ. 32 കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. 2 കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ VV വേണു. 3 ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്, 32 ഓൺലി 1 and 3 ആണ്. 33 ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 33 ഓപ്ഷൻ സി
സി ആണ് ഓൾ ഓഫ് ദ എബോ ആണ്. ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെൻറ്റാണ്. ഹേമ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. വിരമിച്ച IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി ഒരംഗമാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. 34 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? 34 ഓപ്ഷൻ ഡി ആണ് മലേറിയ. 35 ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. 35 ഓപ്ഷൻ ബി ആണ് ആമസോൺ മഴക്കാടുകൾ. 36 മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി. ഓപ്ഷൻ എ ആണ് ക്യൂലസ് കൊതുകാണ്. 37 അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. ഓപ്ഷൻ ഡി ആണ് സ്നേഹപൂർവ്വം. 38 മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം. 38 സി ആണ് ജീവകം ഡി. 39 ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം. ഓപ്ഷൻ ഡി ആണ് കരൾ. 40 ആൻറ്റി ഡയൂറിക് ഹോർമോൺ ADH അറിയപ്പെടുന്ന ഹോർമോൺ ഏത്? 40 ഓപ്ഷൻ ബി ആണ് വാസോപ്രസിൻ. താങ്ക് യു.